വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ശ്രുതി ടീച്ചറാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ കാണുന്നത് വളരെ കുറവാണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ടീച്ചർ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. കേരള പാഠാവലി അല്ലെ, കേരള പാഠാവലി മലയാളം ഫസ്റ്റ്, അതിൽ നിന്നും പരീക്ഷയ്ക്ക് സാധാരണ കാണുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് ഒന്ന് വളരെ നേരത്തെ അങ്ങ് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. പരീക്ഷയിൽ കുറച്ചുകൂടെ ഉണ്ട് എങ്കിലും വളരെ നേരത്തെ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാണ്. അപ്പോൾ ഓടയിൽ നിന്ന് എന്ന് പറയുന്ന അതിമനോഹരമായ പി കേശവദേവിന്റെ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലേ? സിനിമയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നോക്കൂ, ഇതാരാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഈ ഒരു വണ്ടിയില് റിക്ഷാക്കാരനായിട്ട് ആരാണുള്ളത്? നമ്മുടെ പപ്പു ആണ് അല്ലെ. ആ ഒരു യാത്രക്കാരനും ഇതിലുണ്ട്. അപ്പോ പി കേശവദേവിൻ്റെതാണ് ഈ കഥ എന്നറിയാം. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ പപ്പുവും ലക്ഷ്മിയും കല്യാണിയും ഒക്കെയാണ് അല്ലെ. ലക്ഷ്മിയുടെ അമ്മയാണ് കല്യാണി. അപ്പൊ ലക്ഷ്മി ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, കഥ വായിച്ചിട്ടുണ്ട് അല്ലെ. പപ്പു ആണ് ഇതിലെ പ്രധാന കഥാപാത്രം. ലക്ഷ്മിക്കും അതേ പ്രാധാന്യം ഈ കഥയിൽ ഉണ്ട്. അപ്പോൾ കഥാപാത്ര നിരൂപണം എത്ര എഴുതിയാലും എത്ര പഠിച്ചാലും വീണ്ടും വീണ്ടും മക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ടീച്ചറെ എങ്ങനെയാണ് ഈ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാന്ന്? കഥാപാത്രങ്ങളെ ടീച്ചർ പരിചയപ്പെടുത്തി നമ്മുടെ കഥയിലെ. അപ്പോൾ അതിൽ ഒരാളെ പറ്റി നിങ്ങൾക്ക് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ വരാറുണ്ട്. ഇപ്പോൾ അതിലെ പ്രധാന കഥാപാത്രമായ പപ്പുവിനെ കുറിച്ച് ടീച്ചർ എങ്ങനെയാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത് എന്നും മുൻവർഷ പരീക്ഷാ ചോദ്യം കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. ഇതാണ് നിങ്ങൾ കുറേ ഒരു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ തന്നതിന് ശേഷം എന്താണ് നിങ്ങൾ പഠിച്ച കഥയിലെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ പറയൂട്ടോ. ഇപ്പോ ഒരുപാട് വായിക്കാനുണ്ട്. ഉമ്മറത്തിരുന്ന് മുത്തശ്ശൻ പത്രം വായിക്കുമ്പോൾ നാൻസി ഒപ്പം കൂടുന്നതാണ് കേട്ടോ. പത്രം വായിച്ച സമയത്ത് ഒരു വെടിക്ക് 2 പക്ഷി. ഓരോ വാർത്തകളായി മുത്തശ്ശൻ ഉറക്കെ വായിച്ചു തുടങ്ങി അല്ലെ. വൃദ്ധയെ ഇടിച്ചു തെറിപ്പിച്ച് വാഹനം നിർത്താതെ പോയ കഥയും, അതുപോലെ സ്വന്തം കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പിതാവ് പോലീസിന്റെ പിടിയിലായ വാർത്തയൊക്കെ വായിക്കുന്ന സമയത്ത് കഷ്ടം, ഇമ്മാതിരി വാർത്തകളല്ലാതെ ഇല്ല. അല്ല മുത്തച്ഛ, എന്റെ പാഠത്തിലെ കഥ നോക്കൂ എന്ന് പറഞ്ഞ് ആൻസിക്കുട്ടി എന്ത് ചെയ്യാണ്? മുത്തശ്ശന് താൻ പഠിച്ച പാഠത്തിലെ കഥയെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. അതില് റിക്ഷാക്കാരനായ പപ്പുവിന് ലക്ഷ്മിയോട് തോന്നുന്ന മകളോടെന്ന പോലുള്ള ഒരു വാത്സല്യത്തെ കുറിച്ചും ഒക്കെയാണ് ഇതില് പറയുന്നത്. അപ്പോ നമ്മളോട് പറയാണ്, ഓടയിൽ നിന്നും എന്ന കഥയിലെ പപ്പുവിനെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവ ചേർത്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കണം എന്നാണ്. ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ ചോദ്യം തന്നെ ടീച്ചർ വെച്ചത്. അപ്പോൾ കഥാപാത്ര നിരൂപണം നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. ആരുടെ? പപ്പുവിന്റെ. ആദ്യം ഒരു നല്ല തുടക്കം എന്ന് വെച്ചാൽ ചെറിയൊരു ഇൻട്രോ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കാം. പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് പപ്പു അല്ലെ. അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ കഥയിലെ എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. പപ്പു ഒരു അനാഥനാണ് അല്ലേ. ആരുമില്ല പപ്പുവിന്. റിക്ഷ ഓടിക്കലാണ് അയാളുടെ ജോലി അല്ലേ. റിക്ഷ ഓടിക്കലാണ് അയാളുടെ ജോലി. പിന്നെയോ തന്റെ ജോലിയോട് ആത്മാർത്ഥതയുള്ള ആളാണ് പപ്പു, ശരിയല്ലേ? ഏത് തിരക്കിലൂടെയും അതിവേഗത്തിൽ റിക്ഷ പായിച്ച് അപകടമില്ലാതെ ആളുകളെ എത്തേണ്ടിടത്ത് എത്തിക്കാൻ പപ്പുവിന് നല്ല സാമർഥ്യമുണ്ട്. ജോലിയിലുള്ള തൻ്റെ ഈ സാമർഥ്യത്തെ ആരും ചോദ്യം ചെയ്യുന്നത് പപ്പുവിന് ഇഷ്ടമല്ല. കഥ വായിച്ചവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. പിന്നെയോ അതുകൊണ്ടാണ് താൻ സമയത്ത് എത്തുമോ എന്ന് ചോദിക്കുന്ന യാത്രക്കാരനോട് അയാൾ ദേഷ്യപ്പെടുന്നത്. ആ ദേഷ്യത്തിൽ റിക്ഷ പിന്നിലേക്ക് തള്ളിയപ്പോൾ പിന്നിൽ നിന്നിരുന്ന കുട്ടിയെ ഇടിച്ചത് പപ്പുവിന് വളരെ വിഷമമുണ്ടാക്കുന്നു. ആ കുട്ടിയല്ലേ ലക്ഷ്മി. കാരണം അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെയൊരു അബദ്ധം സംഭവിച്ചത്. അയാൾ യാത്രക്കാരനെ എത്തേണ്ടിടത്ത് എത്തിച്ച് തിരികെ വന്ന് കുട്ടിയെ സമാധാനിപ്പിക്കുന്നു. പപ്പുവിന്റെ നല്ല ക്വാളിറ്റി അല്ലേ അത്. അവൾക്ക് നഷ്ടപ്പെട്ട ഉപ്പും മുളകും അരിയും എല്ലാം വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. പിറ്റേന്നും വരണമെന്ന് അവളോട് പറയുന്നു. ആദ്യമായി സ്നേഹിക്കാൻ ഒരാളെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് പപ്പു അല്ലേ. പപ്പുവിന് ആദ്യമായിട്ട് സ്നേഹിക്കാൻ ഒരാളെ കിട്ടി, ആ കുട്ടിയോട് മകളോട് എന്ന പോലെ വാത്സല്യവും പപ്പുവിന് തോന്നുന്നു. പുറമേ പരുക്കനെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ സ്നേഹവും മനസ്സലിവും ഉള്ളയാളാണ് പപ്പു.
അല്ലേ? ഇത്രയും കാര്യങ്ങൾ എഴുതിയാലേ പപ്പുവിനെ കഥാപാത്രവുമായിട്ട് മറ്റ് കഥാപാത്രങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. പപ്പുവിന് എന്താണ്, പരുക്കനാണ് എന്ന് തോന്നും ആളെ കണ്ടാല്, പക്ഷെ മനസ്സലിവുള്ള ആളാണ് അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇതിന് 5 മാർക്കാണെങ്കിൽ 5 മാർക്കും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂട്ടിയിടണം എന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ എൻ്റെതായ രീതിയിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എഴുതണം എന്ന് മക്കൾക്ക് തോന്നുകയാണെങ്കിൽ അതും കൂടെ കൂട്ടിച്ചേർക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരാളുടെ കഥാപാത്ര നിരൂപണം, അതായത് കഥയിലെ കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ എന്തെഴുതുക, അവരെ കുറിച്ച് കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് വായിച്ചാൽ അവരെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്ന രീതിയിൽ നമ്മൾ എഴുതി വെക്കുക കേട്ടോ. ഇതാണ് കഥാപാത്ര നിരൂപണം. അപ്പോൾ മറ്റു ചോദ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമായിട്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരേക്കും ബൈ.